അതിനകത്തുണ്ട് 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നേ ദിവസം വരെ അതും തിരിച്ചു തന്നിട്ടില്ല. ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് പാലാരിവട്ടത്ത് കൊണ്ടുപോയി 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതും ഇന്നേ ദിവസം വരെ തിരിച്ചു തന്നിട്ടില്ല. പിന്നെ ഹണി ട്രാപ്പിൽ ഇനി കൊടുക്കുവല്ലേ, ആരെ കൊടുക്കേ? ഇവൻ്റെ ത്രട്ട് എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, ട്രിവാൻഡ്രത്തുള്ള പ്രവീണിനെ ഞാൻ തീർത്തു. അവിടുത്തെ ഒരാളുണ്ട് ഇതേമാതിരി ഫൈനാൻസ്, അയാളെ ഞാൻ തീർത്തു, അതേമാതിരി നിന്നെ ഞാൻ തീർക്കും, ഹണി ട്രാപ്പിൽ ഞാൻ നിന്നെ പെടുത്തും എന്നുള്ള രീതിയിലുള്ള ഇവൻ്റെ വോയിസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോരടാ കടയാടി റോബിനെ. നിങ്ങൾക്ക് എന്റെ ഇതിനകത്ത് ചാറ്റിനകത്ത് കാണാൻ പറ്റും അങ്ങോട്ട് പൈസ കൊടുത്തത്. അതായത് റോബിൻ രാധാകൃഷ്ണന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിലോട്ട് ഞാൻ പൈസ കൊടുത്തത് അതിനകത്തുണ്ട്. 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നേ ദിവസം വരെ അതും തിരിച്ചു തന്നിട്ടില്ല. ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് പാലാരിവട്ടത്ത് കൊണ്ടുപോയി 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതും ഇന്നേ ദിവസം വരെ തിരിച്ചു തന്നിട്ടില്ല. പിന്നെ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഫണ്ട് തിരിച്ചു തരാനായിട്ട് റോബിൻ ചോദിച്ചാലേ എനിക്ക് എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്നേ വരെ ഡേറ്റും ഇതും കാര്യങ്ങളും പറയുന്നതല്ലാതെ ആ ഡേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഇപ്പൊ ഈ കാണിക്കുന്ന നാടകങ്ങളെല്ലാം ഇപ്പൊ കണ്ടു, പുറത്തു ലോകം കണ്ടു. ഞങ്ങൾ പക്ഷെ കുറച്ച് മാസങ്ങളായിട്ട് ഈ നാടകം കാണുന്നുണ്ട്. ഏത് ഡേറ്റ് പറഞ്ഞാലും ഒരാൾക്ക് ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം, മനസ്സിലാക്കാം, സമയം വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. അയാളെ എത്രത്തോളം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാവോ, എത്രത്തോളം ഡേറ്റുകൾ പറഞ്ഞ് നീട്ടാവോ, ബുദ്ധിമുട്ടിക്കുന്നതിന് പുറമെയാണ് ഇപ്പൊ കാണിക്കുന്ന ഇപ്പൊ എന്തോ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പറയുന്നത് എനിക്കിപ്പോ പൈസ തരാനിരുന്ന അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിയമപരമായിട്ട് റോബിൻ എന്ന പരമതെണ്ടി, നീ കേൾക്കാനാണ് പറയുന്നത്. നിനക്ക് രാഷ്ട്രീയ ബലമുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേ ആളെ കാലിന്റെ കീഴിലാണ് നീ ഉള്ളത് എന്ന് വെച്ചിട്ട് നീയൊക്കെ വലിയ മൂവ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നിയമപരമായിട്ട് മൂവ് ചെയ്തിട്ടില്ല എന്ന് കള്ളം പറയുന്നു. കഴിഞ്ഞ മാർച്ച് 31 ഞാൻ കേസ് കൊടുത്തിട്ടുള്ളതാ. പൈസ ചോദിക്കുന്ന സമയത്ത് എന്നോട് മോശം ഭാഷയിൽ സംസാരിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ മാർച്ച് 31 ഞാൻ കേസ് ഇട്ടതാ. അത് ഫോളോ അപ്പ് ചെയ്ത് FIR വരെ എത്തിച്ചപ്പോഴത്തേക്കുമാണ് ആശാൻ പേടിച്ച് ഹോളിഡേ ഇന്നിൽ വെച്ചിട്ട് സംഭാഷണത്തിന് വിളിച്ച് അവിടെ മാപ്പ് അപേക്ഷിച്ചിട്ട് പിന്നെ സമയം ചോദിച്ചിട്ട് ഡേറ്റ് പറയുന്നത്. പിന്നെ ഈ അടുത്ത കഴിഞ്ഞ മാസം 17 പോലത്തെ ഒരു ഡേറ്റിന് ആള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ഡേറ്റിന് പൈസ തന്നേക്കാമെന്ന്. എനിക്ക് ഫണ്ട് തരാനില്ലെങ്കിൽ എന്തിന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇനി ഇന്ന സമയത്തിന് തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കണം. പറയുന്നത് വസ്തുതാപരമല്ലെങ്കിൽ ഇപ്പൊ പ്രസ് മീറ്റിംഗ് കാര്യങ്ങൾ നടത്തിയപ്പോഴത്തേക്കും എന്തായാലും എന്തെങ്കിലും ഒക്കെ കള്ളങ്ങൾ പറയാം. പക്ഷെ അത് എന്നെന്നും നിലനിന്ന് പോകണമെന്നില്ല. കുറെ വർഷങ്ങളായിട്ട് ആൾ ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പലരും ഇപ്പൊ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് പൈസ വാങ്ങിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ പാർട്ടിയുടെ ഭീഷണി, രാഷ്ട്രീയക്കാരുടെ ഭീഷണി, ഇതിനൊക്കെ ആര് കൊണ്ടുവന്നു പാർട്ടി? ഇനി കുറെ ഡ്രാമ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. കടയാടി റോബിനെ, നിനക്കൊന്നും ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോരടാ കടയാടി റോബിനെ. ഹണി ട്രാപ്പിൽ നീ കൊടുക്കുവല്ലേ, ആരെ കൊടുക്കേ? കുറച്ച് രാഷ്ട്രീയം മറ്റേതുണ്ടെങ്കിൽ നീ കൊടുത്ത് അവൻ തന്ന പൈസയൊന്നും ഇല്ലാതാക്കി പോടാ. ഇതിനാടാ കോടതിയും അവൻ നിനക്ക് തന്ന പൈസയുടെ ട്രാൻസാക്ഷൻ ലിസ്റ്റുകളൊക്കെ. കടയാടി തമ്പി റോബിനെ ചേറ്റേ. ലൈക്ക് ഒരു എന്താ പറയട്ടെ, മരിച്ചു കളയുന്നൊക്കെ ഉള്ള ഡ്രാമ ഉൾപ്പെടെ ഇനി വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ആരും ആരുടെയും ഫാമിലിയിലൊക്കെ ഒന്നും ഇടപെട്ടിട്ടില്ല, രാഷ്ട്രീയം എടുത്തിട്ടില്ല. കൊടുത്ത പൈസ തിരിച്ചു തരണം മാന്യമായിട്ട്, അത് മാത്രമേ പറയുള്ളൂ. ആളുടെ കരിയർ തകർക്കാൻ റോബിൻ എന്താ ചെയ്യുന്നത്? തകർക്കാനുള്ള എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒരു ബിസിനസ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ഇമേജ് ആണ്. ആ ഇമേജ് ഇപ്പൊ കളഞ്ഞു കുളിക്കുന്നത് റോബിൻ തന്നെയാ. ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല. 4 ലക്ഷം രൂപ തെളിവ് വല്ലതും ഉണ്ടോ കൊടുത്തെന്നുള്ളതിന്? കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. ഇപ്പോ പൈസയുടെ പേരിലുള്ള കേസ് മാത്രമല്ലല്ലോ, ഇപ്പൊ സ്ത്രീ അധിക്ഷേപിച്ചു, മോശം വാക്കുകൾ പറഞ്ഞു എന്നുള്ള കേസ് കൂടെയുള്ളൂ. അപ്പൊ ഇനിയൊരു അടുത്തൊരു ദിവസം ഇതുപോലെ തന്നെ വീണ്ടും മാപ്പപേക്ഷയായിട്ട് വന്ന് പൈസ തരാമെന്ന് പറഞ്ഞു. കാരണം പലപ്പോഴായിട്ട് പൈസ തരാമെന്നൊരു വാക്കിന്റെ പുറത്താണല്ലോ പലപ്പോഴും ഇനി മാപ്പില്ല. എന്നെ സംബന്ധിച്ചോളം ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു മാപ്പ് എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ മെസ്സേജിൽ ഞാൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ പോലെ ഒരു മനുഷ്യനോട്, ഇത്രയും സംസ്കാരശൂന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളോട് എനിക്ക് വലിയ കോൺടാക്ട്. കാരണം എനിക്ക് പേഴ്സണലി എന്നെ എടി എന്ന് വിളിക്കുന്ന പോലെ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെയാണ് ഇത്രയും മോശം ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത്. അതിനുശേഷം വലിയ കോൺടാക്ട് ഞാൻ വെക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു തരാനുള്ള കാര്യങ്ങൾ അത്രയും മിനിമം കോൺടാക്ട് വെക്കുന്നുള്ളൂ. മുന്നോട്ടാണെങ്കിലും അങ്ങനെ. ഇനി മാപ്പ് അപേക്ഷിക്കാനോ, ഇപ്പൊ പ്രസ് മീറ്റിൽ വന്ന് രാവിലെ ഒരു പ്രസ് മീറ്റ് നടത്തണ്ടായിരുന്നു. വാതിക്കല് വന്ന് നിൽക്കാൻ നാണമില്ലേ? നേർക്ക് നേരെ കാണണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലുള്ള ഇന്ററാക്ഷൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നത് അത്രയും മോശമായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വാതിക്ക വന്ന് നിന്ന് ഈ ഷോ കാണിക്കാൻ നാണമില്ലേ? നിങ്ങൾക്ക് ഓൾറെഡി പ്രസ് മീറ്റ് വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ആരെയും എന്തെങ്കിലും ചെയ്യാൻ വന്നോ? ഇല്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പോലെ തന്നെ ഞങ്ങൾക്കും പറയാനുണ്ടാവും. അതും തെളിവ് ഉൾപ്പെടെ പറയാനുണ്ടാവും. അപ്പൊ അതിനുള്ള സ്പേസ് തരണം. ഇപ്പോ ഈ ഹണി ട്രാപ്പിന്റെ വിഷയമൊക്കെ പബ്ലിക് പറയുന്നുണ്ടായിരുന്നു. ഹണി ട്രാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഒരു വീഡിയോ എടുത്ത് അതിനകത്ത് എഗ്രിമെന്റ് ചെയ്ത് അത് ഞാൻ ഷൂട്ട് ചെയ്തു എന്നുള്ള പേരിലാണ്
ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വീട്ടിൽ വന്നിട്ട് ചെയ്ത സമയത്ത് വീഡിയോ ഉണ്ട്, ഹോളിഡേ ഇന്നിൽ ഇരുന്നിട്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ഇതിലൊക്കെ ക്യാമറയുടെ ഷോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്ത് ഹണി ട്രാപ്പാണ് റോബിൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല. റോബിന്റേതായ ഒരു നറേഷൻ കാണും. ഇത് റോബിന്റേതായ രീതിയിൽ വേറൊരു കഥ ഉണ്ടായിരിക്കും, അത് കേട്ട് വിശ്വസിക്കാനുള്ള ഫാൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനല്ല, ഇത്തവണ കുറച്ച് തെറ്റിപ്പോയി, തെളിവെല്ലാം എതിരായി പോയി. എത്ര കിടന്ന് ശ്രമിച്ചാലും ഇനി ഇത് എന്താ പറയട്ടെ, പബ്ലിക്കില് പൊതുമാപ്പ് പറഞ്ഞാൽ പോലും ഇതിൽ തിരിച്ചു പോയ ഇമേജ് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ കുറച്ച് കഷ്ടമായിരിക്കും. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ തെളിയും. അപ്പോഴൊക്കെ റോബിൻ ഈ സംസാരം തന്നെ നീ നാളെയും പറയുക. നിനക്കൊക്കെ ഒരുപാട് ജനതകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് നിൻ്റെ. ഒരുപാട് ജനത നിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം. കടയാടി തമ്പി, ഒരു ഉപകാരം ചെയ്തിട്ട് അതൊരു ഉപദ്രവമായിട്ട് മാറിയിരിക്കുകയാണ്. കടയാടി തമ്പി, അമ്മയുടെ അസുഖത്തിന് വേണ്ടിയിട്ട് നീ വാങ്ങിയ ആ പൈസ ചോദിക്കുമ്പോൾ നിനക്കെടുത്തു തന്ന അവനെതിരെ നീ തിരിഞ്ഞില്ലടാ. ഹണി ട്രാപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ് കാണിക്കടാ, ധൈര്യം കാണിക്കടാ. എനിക്ക് വയ്യാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയത്. അപ്പോൾ എനിക്ക് ആ പെയിൻ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പോലും വീണ്ടും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഒരാൾ വഞ്ചിക്കപ്പെടരുത്, നമ്പർ 1. രണ്ടാമത് ലീഗലി ആണെങ്കിലും നമ്മളത് മേടിച്ചെടുക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഇനി മൂന്നാമത് റോബിൻ്റെ അടുത്ത് പറയാനുള്ളത് പൈസ തന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതിനകത്ത് പൈസ തന്ന് മാന്യമായിട്ട് സെറ്റിൽ ചെയ്യാന്നുള്ളൊരു കാര്യത്തെ അപേക്ഷിച്ച് ആൾ ചെയ്യുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് വേറൊരു രീതി ചിത്രീകരിച്ച് ഇപ്പോൾ ആൾക്ക് തിരിച്ചു തരാനുള്ള ടൈം വിൻഡോ ആണ് വേണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇത് വളച്ചൊടിച്ച് ഇത്രയും പ്രശ്നങ്ങളാക്കി തീർത്തത് ആളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും. അങ്ങനത്തെ അവസ്ഥകൾ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്, അതൊക്കെ മനസ്സിലാക്കാം. അത് ക്രിമിനൽ ബുദ്ധിയോടെ ഇത് ഹാബിച്വൽ അബ്യൂസ് ആണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ റൂട്ടിൽ പൈസ കൊടുക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുൾപ്പെടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുൾപ്പെടെ ഒത്തിരി പേരെത്തി സിമിലർ കാര്യം തന്നെ ചെയ്തിട്ട് കോടികളുടെ, നമുക്കൊക്കെ ലക്ഷങ്ങളുടെയൊക്കെ ആയിരിക്കും ഒരു ലോണോ കാര്യങ്ങളോ ഉള്ളത്, പക്ഷേ ആൾക്ക് കോടികളുടെ ബാധ്യത ഇതുകൊണ്ട് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഇതേ രീതി പിന്തുടർന്നുകൊണ്ട് ഈ സ്കാം കൊണ്ട് തന്നെ ആക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു ഷാലു പേയാട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹം എനിക്കൊന്ന് FK ഫോട്ടോഗ്രാഫ് മെമ്പറൊക്കെയാണ്, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ തമ്മിൽ ഇതേമാതിരി തന്നെ ഒരു സാമ്പത്തിക ഇടപാടും അല്ലെങ്കിൽ പേഴ്സണൽ ഫൈറ്റും അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം മുമ്പ് വരെ വളരെ സജീവമായിട്ടുണ്ട്. ഷാലു പേയാട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നു, റോബിൻ്റെ ഓരോ സ്കാമുകൾ പറയുന്നു, എല്ലാം പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ ഷാലു പേയാട് അത്രയും ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കൂടിയ ആൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് റോബിൻ എന്നോട് ക്ഷമിക്കണം, ഞാനെല്ലാം ചെയ്ത് തെറ്റാണ്, ഞാൻ എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ നിന്നോടും നിൻ്റെ ഫാമിലിയോടും ചെയ്ത മാപ്പാണെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് പറഞ്ഞ് ആ വ്യക്തി വാനിഷായി പോവുകയാണ്. പക്ഷേ ഷാലുവിനെ ഞാൻ വിളിച്ച് എനിക്ക് പറ്റിയൊരു അബദ്ധം പറ്റി അന്വേഷിച്ച് നോക്കിയ സമയത്ത് ക്ലീനായിട്ട് ഇവിടെ ഒരു സ്കാം അവൻ അവിടെ നടത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് എ വേർഡ് ഹണി ട്രാപ്പ്. അത് ഷാലുവിന് പറ്റിയ ഹണി ട്രാപ്പ്. ഷാലു പറഞ്ഞ അബിലെ ഞാൻ കമ്മീഷണർ എടുത്ത് എന്നെ എത്തിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഒരു ഹണി ട്രാപ്പിലൊരു കംപ്ലയിൻറ്റ്, എനിക്ക് ആ വ്യക്തിനെ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ആ വ്യക്തിനെ കൊണ്ട് കംപ്ലയിൻറ്റ്, ഞാൻ പേടിച്ച് പോയി. എനിക്ക് 2 കുട്ടികളുള്ളതാണ്, ഞാൻ അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കാമെന്ന്. കാരണം ഞാൻ അന്ന് ആ രാത്രി അവിടെ ഉണ്ടായിപ്പോയി, നാളെ അത് കംപ്ലയിൻറ്റ് വന്നാൽ ഞാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് ആൾക്കും പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവൻ എന്നോട് പറയുന്നതിലും ഉണ്ട്. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറയുന്ന ഒരു വോയിസിലും എൻ്റെ ഉണ്ട്. അത് എന്നോട് അന്ന് ബ്രോ അതായത് അതെല്ലാം എൻ്റെ അച്ഛൻ കാരണമാണ്, അച്ഛൻ്റെ ആ ധാർഷ്ട്യത്തിൽ ഉണ്ടായി പോയതാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പിന്നെ അതിൽ പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല, ആ കാര്യം അങ്ങനെയൊന്നും ഇല്ല എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ പിന്നെ ഷാലുമായിട്ടൊക്കെ കണക്റ്റഡായി. അപ്പോൾ അതൊരു ഈ സ്കാമറ തിരിച്ചറിയാനുള്ളതാണ്. ഞാൻ അതാ പറഞ്ഞത്, അഖിൽമാരാർ ഇവിടുന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒരുവിധ ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് ഇനി ചോദിക്കാൻ പറ്റും, പണം ആവശ്യമുണ്ടെങ്കിൽ കടം ചോദിക്കുന്നതല്ല, ഇത് ചോദിച്ചതിനൊരു സ്കാം ആയിട്ട് പുള്ളിക്കാരൻ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇനി ഒരാളുടെ പണം നഷ്ടപ്പെടരുത്, നഷ്ടം ഒരിക്കലും പറ്റരുത്. ഇങ്ങനത്തെ ഒരു രീതി റോബിൻ നിർത്തി. കാരണം ഭയങ്കര നല്ലൊരു കോണ്ടന്റ് മേക്കറാണ്, നല്ലൊരു ഡോക്ടറാണ്, എല്ലാമാണ്. അദ്ദേഹം നേരായ മാർഗത്തിൽ വരിക എന്നുള്ളതും ഇനി ഒരാളെ പറ്റിക്കുന്ന രീതി, അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്ന് മീഡിയയിലേക്ക് ഇനി നമ്മുടെ നിരപരാധിത്വം ക്ലിയർ ചെയ്ത് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി